ജനങ്ങൾ ഒരു തെരഞ്ഞെടുപ്പ് കാത്തിരിക്കുക. ഇനിയൊരവസരം ഇടതു മുന്നണിക്ക് കൊടുത്താൽ ഈ നാട് നശിക്കും, പാർട്ടി നശിക്കും എന്ന് പാർട്ടിക്കാരും വിശ്വസിക്കുന്ന ഒരു കാലമാണ്. അതൊക്കെ എല്ലാവർക്കും ചില അസൗകര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ അങ്ങനെ കൂട്ടിയാൽ മതി. അതുകൊണ്ട് പാർട്ടിക്കകത്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്ന് ആരും പറയാറില്ല. ഒരു മുൻ KPCC പ്രസിഡന്റും അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പേരിലാണ് വിറ്റുന്നതെന്ന് പറഞ്ഞിട്ടുമില്ല. അപ്പം എഴുതാപ്പുറം വായിക്കേണ്ട കാര്യമില്ല. ഇതാണ് സത്യം. 9 വർഷത്തെ കാര്യം അദ്ദേഹം പറഞ്ഞാൽ തന്നെ ഞങ്ങൾക്ക് 100 സീറ്റ് കിട്ടും. അദ്ദേഹം ഒന്ന് പറഞ്ഞു കിട്ടിയാൽ മതി. പിണറായി വിജയൻ ഇറങ്ങി ജനങ്ങളോട് ഇതൊക്കെ ഒന്ന് പറഞ്ഞാൽ തന്നെ ഞങ്ങളുടെ വിജയം ഉറപ്പായി. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഞങ്ങളുടെ വിജയം ഉറപ്പായി. കാരണം ജനങ്ങൾ ഇത്രമാത്രം വെറുക്കുന്ന ഒരു ഗവൺമെൻറ്റില്ല. ഏറ്റവും കൂടുതൽ ജനങ്ങൾ ഇഷ്ടപ്പെടാത്തൊരു മുഖ്യമന്ത്രിയായി അദ്ദേഹം മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഒരു തെരഞ്ഞെടുപ്പ് കാത്തിരിക്കുക. ഇനിയൊരവസരം ഇടതു മുന്നണിക്ക് കൊടുത്താൽ ഈ നാട് നശിക്കും, പാർട്ടി നശിക്കും എന്ന് പാർട്ടിക്കാരും വിശ്വസിക്കുന്ന ഒരു കാലമാണ്. അതുകൊണ്ട് തന്നെ UDFന് അനുകൂലമായി തന്നെ കാര്യങ്ങൾ വരും. തന്നെയുമല്ല, ഞങ്ങൾ വളരെ പോസിറ്റീവായിട്ടുള്ള സമീപനങ്ങളുമായിട്ടായിരിക്കും വരും ദിവസങ്ങളിൽ ജനങ്ങളെ സമീപിക്കാൻ പോകുന്നത്. ആൻറ്റി ഇൻകംബൻസി മാത്രമല്ല, ഞങ്ങൾ കേരളത്തിന് വേണ്ടി ചെയ്യുന്ന പോസിറ്റീവായ കാര്യങ്ങൾ കൂടി ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരിക്കും തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്. ഒരു പോസിറ്റീവ്നെസ്സും ഇല്ല. ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാത്തൊരു 9 വർഷമായി എന്ത് ചെയ്തു എന്നാണ് പറയുന്നത്? ഏതെങ്കിലും ഒരു നേട്ടം പറയാനുണ്ടോ? ഏതെങ്കിലും ഒരു പദ്ധതി നടപ്പാക്കിയെന്നോ തുടങ്ങിയെന്നോ പറയാൻ കഴിയുന്നുണ്ടോ? ഒന്നുമില്ല. ഈ നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം തൊഴിലില്ലായ്മയാണ്. കേരളത്തെ ചെറുപ്പക്കാർ തൊഴിലില്ലായ്മ കൊണ്ട് നട്ടം തിരിയാണ്. എന്ത് ചെയ്തു ഈ ഗവൺമെൻറ്? 2 ലക്ഷം പാർട്ടിക്കാർക്ക് പിൻവാതിലൂടെ നിയമനം കൊടുത്തു എന്നുള്ളതല്ലാതെ സാധാരണ പാർട്ടിക്കാരല്ലാത്ത ഒരാൾക്ക് പോലും ജോലി കൊടുക്കാൻ ഈ ഗവൺമെൻറ് കഴിഞ്ഞിട്ടില്ല. തൊഴിലില്ലായ്മയും വിലക്കയറ്റവുമാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ ഇതൊന്നും പരിഹരിക്കാതെ തെരഞ്ഞെടുപ്പാകുമ്പോഴത്തെ അദ്ദേഹം എല്ലാ ജില്ലകളിലും പോയി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അതൊന്നും ഇവിടെ വില പോകാൻ പോകുന്നില്ല. അങ്ങനെയല്ല, ഞാൻ മമ്മൂക്കയെ പറ്റി അങ്ങനെയാണ്. PSC മെമ്പർമാർ പാവപ്പെട്ട ആശാ വർക്കർമാർക്ക് 5 രൂപ കൂട്ടുന്നതിനാണല്ലോ പ്രയാസം. PSC മെമ്പർമാർക്ക് 1 ലക്ഷം രൂപ ശമ്പളം കിട്ടുന്നവരാണ്. അവർക്ക് എന്തിനാണ് പെൻഷൻ കൊടുക്കുന്നത്? ഇപ്പോൾ അതാണ് ഏറ്റവും വലിയ ആവശ്യം, അതാണ് അത്യാവശ്യം. പാവപ്പെട്ട ആശാ വർക്കർമാർക്ക് 5 രൂപ കൂട്ടി കൊടുക്കാൻ തയ്യാറല്ല. PSC മെമ്പർമാർക്ക് പുതിയ കാറ് വാങ്ങിച്ചു കൊടുക്കാം, അവരുടെ എണ്ണം വർദ്ധിപ്പിക്കാം, അവർക്ക് പെൻഷൻ കൊടുക്കാം. അതാണ് ഏറ്റവും വലിയ ആവശ്യം. ഇതാണ് ഞാൻ പറഞ്ഞത്. നാട്ടിലെ ജനങ്ങൾക്കോ പാവങ്ങൾക്കോ സാധാരണക്കാർക്കോ ഈ സർക്കാരിൽ നിന്ന് ഒരു പ്രയോജനമില്ല. കൊടിക്കുന്നിൽ സുരേഷ് പറയുന്നത് ന്യായമാണ്. കാരണം കേരളത്തിലെ 14% വരുന്ന പട്ടികജാതിക്കാരായ ആളുകൾക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയും വേണ്ടത്ര പരിഗണന കൊടുക്കുന്നില്ല. CPM കൊടുക്കും. ഇന്നൊരു പട്ടികജാതി മന്ത്രി പോലും ഈ സംസ്ഥാനത്തില്ല. 14% പട്ടികജാതിക്കാർക്ക് ഒരു മന്ത്രി ഇല്ലാത്ത ആദ്യത്തെ ഗവൺമെൻറ്റാണ് കേരളം ഭരിക്കുന്നത്. UDF ഗവൺമെൻറ് കാലത്ത് പട്ടികജാതിക്കാർക്ക് മന്ത്രി ഉണ്ടായിരുന്നു, പട്ടികവർഗത്തിൽപ്പെട്ട ഒരു മന്ത്രി ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞ പൊതുവായ കാര്യമാണ്. അദ്ദേഹം പറഞ്ഞത് കേരളത്തിലെ 14% വരുന്ന പട്ടികജാതി വിഭാഗങ്ങൾക്ക് അർഹിക്കുന്ന പരിഗണന നൽകണം. അതിനോട് ഞാൻ പൂർണ്ണമായി യോജിക്കുന്നു. പാർട്ടിക്കകത്ത് അതിൻ്റെ ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. K. സുധാകരൻ പ്രസിഡന്റായിരുന്ന കാലഘട്ടങ്ങളിൽ മണ്ഡലങ്ങളിലും ബ്ലോക്കുകളിലും ജില്ലയിലുമൊക്കെ അതിനുള്ള പട്ടികജാതിക്കാർക്ക് പ്രാതിനിധ്യം കൊടുക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അത് പര്യാപ്തമല്ല, ഇനിയും വേണം. ഇനി അവർക്ക് അവസരം കൊടുക്കണം. പക്ഷേ പട്ടികജാതിക്കാർക്ക് ഒരവസരവും കൊടുക്കാത്ത പാർട്ടി CPM ആണ്. അവരുടെ വോട്ട് മാത്രം മതി. അവർക്ക് മന്ത്രി പോലും കൊടുക്കാത്ത ഗവൺമെൻറ് അവരാണ്.